നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ മീററ്റിൽ 5 അംഗ കുടുംബത്തെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൃതദേഹങ്ങൾ കടത്താൻ ശ്രമം നടന്നതായി പോലീസ്. വ്യാഴാഴ്ചയാണ് ജില്ലയിൽ ഒരേ കുടുംബത്തിലെ 5 പേർ ദാരുണമായി കൊല്ലപ്പെട്ടത്. സുഹേൽ ഗാർഡനിൽ നടന്ന 5 കൊലപാതകങ്ങളും ഹരിദ്വാറിലെ റൂർക്കിയിലെ പുവാന ഗ്രാമവുമായി ബന്ധപ്പെട്ടതാണെന്ന് പോലീസ് അറിയിച്ചു. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഉച്ചയ്ക്ക് 12-നും 3-നും ഇടയിലാണ് കുടുംബം കൊല്ലപ്പെട്ടതെന്ന് ഫോറൻസിക് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വാഹനത്തിൽ കയറ്റി രാത്രിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കാൻ നടന്നതെന്ന് പോലീസ് പറയുന്നു. കാരണം ചാക്കിലും ഷീറ്റിലും കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. കേസിൽ 2 പ്രതികൾ അറസ്റ്റിലായി. ഒരാൾ ഒളിവിലാണ്. ഇയാളെ പിടികൂടാനുള്ള ഓപ്പറേഷൻ തുടരുകയാണ്. മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പ്രതികൾക്കും അജ്ഞാതരായ ചിലർക്കുമെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 2 പ്രതികളെയും മറ്റു നിരവധി പേരെയും കസ്റ്റഡിയിലെടുത്തതായി SSP വിപിൻ ഡാഡ അറിയിച്ചു. മെക്കാനിക്കൽ ജോലി ചെയ്യുന്ന മോയിൻ, ഭാര്യ ആസ്മ, മക്കൾ അഫ്സ, അസീസ, ആദിബ എന്നിവരാണ് മരിച്ചത്. ആസ്മയുടെ അനുജത്തി നസ്രാനിക്കും ഇവരുടെ 2 സഹോദരന്മാർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ് ആസ്മയുടെ സഹോദരൻ ഷമീം നൽകിയ പരാതിയിൽ പറയുന്നത്. 2 മാസം മുമ്പാണ് മൊയിൻ പുവാനയിലെ തന്റെ വീട് വിറ്റത്. അതേ തുക ഉപയോഗിച്ച് സുഹൈൽ ഗാർഡനിൽ പ്ലോട്ട് വാങ്ങി വീട് പണി തുടങ്ങി. മൊയിൻ തന്റെ സഹോദരങ്ങൾക്ക് 4 ലക്ഷം രൂപ കടം നൽകിയതായി ഷമീം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വീട് നിർമ്മാണത്തിനിടെ സഹോദരങ്ങളുടെ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വസ്തുതയും അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയാണ് പോലീസ്. മൊയ്തീന്റെ സഹോദരന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇനി വ്യക്തമല്ല. ബന്ധുക്കളായ താന്ത്രിക് നയീം ബാബയും ഭാര്യ സഹോദരൻ സൽമാനുമാണ് അറസ്റ്റിലായതെന്നാണ് വിവരം. മൃതദേഹങ്ങൾ കടത്താൻ ശ്രമം നടന്നതായി പോലീസ് പറയുന്നു. ഉച്ചയ്ക്ക് 12-നും 3-നും ഇടയിലാണ് കുടുംബം കൊല്ലപ്പെട്ടതെന്ന് ഫോറൻസിക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വാഹനത്തിൽ കയറ്റി രാത്രിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കാൻ നടന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. മറ്റെവിടെയെങ്കിലും എത്തിച്ച് മൃതദേഹം മറവ് ചെയ്യാൻ പ്ലാൻ നടന്നതായും അന്വേഷണ സംഘം പറയുന്നു. വ്യാഴാഴ്ച രാത്രിയോടെ മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തെടുക്കാനായിരുന്നു ശ്രമം. മൃതദേഹത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതുവരെ ഒളിവിൽ പോയ നയീമും അറസ്റ്റിലായ സൽമാനും സുഹേൽ ഗാർഡന് സമീപം ഉണ്ടായിരുന്നു. മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം മകൻ അബ്ദുള്ള വിവരം നയീമിനെ അറിയിച്ചപ്പോൾ ഇയാൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് നോയിഡയിലേക്ക് കടക്കുകയായിരുന്നു. മൊയിന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ആസ്മയുടെ ആദ്യ ഭർത്താവും ഉണ്ടായിരിക്കാം എന്നാണ് വിലയിരുത്തൽ. ഷാജഹാൻ കോളനിയിലെ ഒരു യുവാവുമായി ആസ്മ നേരത്തെ വിവാഹിതയായിരുന്നു. ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ആസ്മയുടെ ബന്ധു കൂടിയായ മൊയിനെ പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് മൊയിൻ 2 തവണ വിവാഹിതനായിരുന്നു. ആദ്യ ഭാര്യ അസുഖത്തെ തുടർന്നായിരുന്നു മരിച്ചത്. മൊയിനിൽ നിന്ന് ആസ്മയ്ക്ക് 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആസ്മയുടെ ആദ്യ ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. മൊയിന്റെ കുടുംബം വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മൊയിനും അസ്മയ്ക്കും ഇരുമ്പ് വടി കൊണ്ട് തലയിൽ 4 തവണയാണ് അടിയേറ്റത്. 2 വയസ്സുകാരി അസീസയ്ക്കും 1 വയസ്സുകാരിയും തലയ്ക്കടിച്ചിട്ടുണ്ട്. 8 വയസ്സുകാരിയായ അക്സയെ കൊലയാളികൾ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഭക്ഷണത്തിൽ ലഹരി കലർത്തിയിരുന്നതായി പോലീസ് കരുതുന്നുണ്ട്. പൂർണ്ണമായും അബോധാവസ്ഥയിലായ അക്സയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ദമ്പതികളായ 2 പെൺമക്കളും അല്പം അബോധാവസ്ഥയിലായപ്പോൾ ചുറ്റികയോ ഇരുമ്പ് വടിയോ ഉപയോഗിച്ച് തലക്കടിച്ചതായാണ് കരുതപ്പെടുന്നതെന്ന് പോലീസ് പറയുന്നു. ഒളിവിൽ പോയ നയീമിനെതിരെ ഒരു കൊലപാതക കേസും നിരവധി വഞ്ചനാ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം കൊണ്ടുപോകാൻ വാഹനം കിട്ടാത്തതിനാൽ നേരം പുലർന്നതുകൊണ്ട് മൃതദേഹം ബെഡ് ബോക്സിൽ ഇട്ടുപോയി എന്നാണ് പോലീസ് കരുതുന്നത്. ലിസാഡി ഗേറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സുഹൈൽ ഗാർഡൻ കോളനിയിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ 5 പേരുടെ മരണം പ്രദേശത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ആരെയും പുറത്ത് കാണാതിരുന്നതോടെയാണ് അയൽവാസികൾ പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് മേൽക്കൂര പൊളിച്ച് അകത്ത് കിടന്ന പോലീസാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.